സന്തോഷി, നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മൾ സാധാരണ ശാസ്ത്ര വിഷയം ഒരു വിഭാഗത്തിൽപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യജീവിതത്തിലെ ദൈനംദിന ജീവിതത്തില് ഭക്ഷണം ഒരു പ്രധാന കാര്യമാണ്. സ്വഭാവത്തിലും പ്രവർത്തനത്തിലും അസുഖത്തിലും സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ രാവിലെ പുലർകാലം എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ഏത് ജോലി ആയിക്കോട്ടെ, ജോലിക്കാർ ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ, സാധാരണഗതിക്ക് 3 നേരത്തെ ഭക്ഷണമാണ് കേരളീയർ, നമുക്ക് ഇവിടെയുള്ള ആളുകൾ സമൃദ്ധമായി കഴിക്കുന്ന 3 സമയമാണ്. അപ്പൊ ഈ 3 നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കും. അതിനിടയ്ക്കൊക്കെ നമ്മൾ മറ്റ് ചായ അതുപോലുള്ള ചെറിയ കടികളൊക്കെ ഉണ്ടാവും, കഴിക്കുന്നവരും ഉണ്ടാവും. സാധാരണ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്ന വരെയുള്ള ഒരു ദിനം ഇത്ര സമയം ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക് ഒക്കെ ഉപയുക്തമായ രീതിയിൽ. ഇത് സാധാരണ കഴിച്ചു കഴിഞ്ഞാല് 1 മണിക്കൂർ എത്ര മണിക്കൂർ കൊണ്ട് സാമാന്യഗതിക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിച്ചു പോകും നമുക്കറിയില്ല. അപ്പൊ എന്തോരം കഴിക്കണം എന്നറിയില്ല. ഇപ്പോ സമയത്തുള്ള അളവിനെ കുറിച്ച് അറിയത്തില്ല. ഭക്ഷണത്തിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്, വെള്ളം കുടിക്കുമ്പോൾ ആ കൂട്ടം കുടിക്കണോ, കുടിക്കണോ, ഇങ്ങനെയൊന്നും അറിയില്ല. കഴിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങാവോ, കിടന്ന് പണിയെടുക്കാവോ, അതോ കിടന്ന് കുളിക്കാമോ, യാത്ര ചെയ്യാമോ, ചില പറയും ഭക്ഷണം ശേഷം നടക്കണം എന്ന് പറയും. ഇങ്ങനെ ഒത്തിരി കൂട്ടം കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒന്നും ചെയ്യിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ. അതൊരു 3 നേരത്തെ ഭക്ഷണവും അതിന്റെ ഗുണത്തെ കുറിച്ചും ദോഷത്തെ കുറിച്ചും ഒന്ന് അത്യാവശ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ അങ്ങേക്ക്? നമുക്ക് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അതായത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചെന്നാൽ 120 വയസ്സായിട്ട് പല്ലുവരെ തിന്ന് തീർന്ന് മരിക്കാൻ കിടക്കുമ്പോഴും ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ പോലും മനുഷ്യന് അവൻ എന്താണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ബോധ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ ഉണരുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഉണരേണ്ടത് ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് തൊട്ട് ഉണരാം. ഇപ്പൊ എത്ര മണിക്ക് ഉണർന്നാലും ഉദയത്തിന് ശേഷമാണ് ഭക്ഷണം. രാവിലെ മനസ്സിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് രാവിലെ ഒരു 7:30, 8 മണി, 9 മണി ആ സമയം മാക്സിമം. ഉദയത്തിന് ശേഷമാണ് ഭക്ഷണം, ഉദയത്തിന് മുമ്പല്ല. അപ്പൊ അത് മനസ്സിന് വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഫുഡ് മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിന് വേണ്ടിയിട്ടാണ്. സാത്വിക ഭക്ഷണം ആണ് കഴിക്കേണ്ടത്. നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള നല്ല ഫുഡ് മനസ്സിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇഡലി, സാമ്പാർ, ദോശ, ചമ്മന്തി അങ്ങനെയുള്ള നല്ല ഫുഡ് രാവിലെ ആവാം. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കിഴങ്ങ് മുഴുങ്ങിയതോ കപ്പയോ കിഴങ്ങോ കാച്ചിലോ ഒക്കെ കഴിക്കാം. അതിനകത്തൊരു കുഴപ്പമുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങള് കഴിക്കുമ്പോൾ ബൗദ്ധികപരമായിട്ട് ചെറിയൊരു കുറവ് സംഭവിക്കും. അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഭക്ഷണത്തെ നമ്മൾ അപമാനിക്കുന്നതല്ല. കിഴങ്ങൻ എന്നുള്ളൊരു പ്രയോഗവും കിട്ടുന്നുണ്ട്. അതായത് മണ്ണിന്റെ അടിയിൽ വിരിയുന്ന, സൗരോർജത്തിലല്ല തമോ ഗുണത്തിൽ വിളയുന്ന ആ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾക്ക് സൗരോർജത്തിൽ വിളയുന്ന ആ പയറ് അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ് പോലെയുള്ള നവധാന്യങ്ങൾ പോലെയുള്ള അത്രയും ഒരു ക്വാളിറ്റി. പ്രത്യേകിച്ച് രാവിലെ മനസ്സിന്റെ മനസ്സിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് മാറ്റണം. അതൊന്ന് കുറയ്ക്കുവാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച്, നമ്മള് നല്ല സൗരോർജത്തിൽ വിളയുന്ന, പൂക്കുന്ന, കായ്ക്കുന്ന നല്ല ഇലകളുടെ ഭക്ഷണം എല്ലാം കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭൗതികപരമായിട്ട് നമുക്ക് ഉന്മേഷം കിട്ടും. ഒരു ആത്മശക്തി കൂടുതൽ കിട്ടും. ഒരുപാട് ഗുണം കിഴങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ നമുക്ക് രാവിലെ മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നല്ല സാത്വികമായിട്ടുള്ള ഫുഡ്, ഉച്ചയ്ക്ക് ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നല്ല കലോറിയുള്ള ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം, ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നല്ല കലോറിയുള്ള ഫുഡ് കഴിക്കാം. അതിനകത്ത് അവിയലിന്റെ അളവ് കൂട്ടാം. അങ്ങനെ സാമ്പാർ, അവിയല്, അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് സാത്വികമായിരിക്കണം ഭക്ഷണം എന്നുള്ളതാണ്. ഇതേ രീതിയിൽ ചിന്തിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണം, നല്ല കലോറിയുള്ള ഫുഡാണ്. ഉച്ചയ്ക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം അസ്തമയത്തിന് മുമ്പ്
ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പണ്ടത്തെ ആളുകള് കാരണന്മാര് പറയും അത്താഴം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി കുറയുന്നു. അതായത് നമ്മുടെ ശരീരത്തില് പ്രോട്ടീന്റെ അളവിൽ കുറവ് വരും. വൈകുന്നേരം പയറ്, കടല, പ്രോട്ടീനുള്ള നല്ല ഭക്ഷണം അതാണ് പറയുന്നത് വൈകുന്നേരം. പണ്ട് കാരണവര് കഞ്ഞിയും കടലയൊക്കെ ആയിരുന്നു വൈകുന്നേരം കഴിച്ചുകൊണ്ടിരുന്നത്. അകസിലാണ് ആഹാരം. നിശയില് നീഹാരമാവാം, ജലമാവാം. അസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാതെയാണ് നമ്മള് ആരോഗ്യമുള്ളവര് നിൽക്കുക. എന്നാൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവര്. ഇപ്പോ നിത്യഗ്രഹണമാണ് അസ്തമയം. ആ ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കില്ല. ഇപ്പൊ രാത്രി കാലങ്ങളില് അർദ്ധരാത്രിയിൽ പ്രാർത്ഥന പോലും എന്തായിരിക്കും? നെഗറ്റീവ് സൃഷ്ടിക്കുള്ളൂ. ഫലം വിപരീതമായിരിക്കും. അർദ്ധരാത്രിയിൽ അമൃത് കഴിച്ചാലും അത് വിഷമായിട്ട് ഭവിക്കും. പകലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. രാവിലത്തെ ഭക്ഷണം മനസ്സിന് വേണ്ടി. അപ്പൊ പ്രപഞ്ചം സത്വഗുണത്തിലാണ്. വൈഷ്ണവ ശക്തിയാലാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. വൃക്ഷലോക ശക്തിയാലാണ് 4 മണിക്കൂർ പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണം മനസ്സിന് വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് അഗ്നിക്കാണ് പ്രാധാന്യം. നല്ല രജോ ഗുണമുള്ള, അതായത് കലോറിയുള്ള നല്ല ഭക്ഷണം ഉച്ചയ്ക്ക്. വൈകുന്നേരം തമോ ഗുണപ്രധാനമാണ്, ശൈവശക്തിയാണ്. അവിടെ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, ശൈവത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിന് വേണ്ടിയിട്ട്, ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള നല്ല ഫുഡ് കഴിക്കാം അസ്തമയത്തിന് മുമ്പ്. ഇതാണ് ഒരു രീതി. ഈ കഴിക്കുന്ന ആഹാരം നമ്മൾ